നമസ്തേ. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സംസ്കൃതം പരീക്ഷകളിൽ 4 ഭാഗങ്ങളായിട്ടാണ് ചോദ്യങ്ങൾ വരിക. ഒന്നാമത്തെ ഭാഗം അപഠിതാവബോധനം, അൺസീൻ പാസേജ് ആണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് രചനാത്മകം കാര്യമാണ്, റൈറ്റിംഗ് സെക്ഷൻ ആണ്. മൂന്നാമത്തെ സെക്ഷൻ ഗ്രാമർ, അതായത് വ്യാകരണാംശമാണ്. നാലാമത്തെ പാർട്ട് പഠിതാവബോധനം, അതായത് ലിറ്ററേച്ചർ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അപഠിതാവബോധനം പാർട്ട്, അൺസീൻ പാസേജ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒരു പാസേജ്, അൺസീൻ ആയിട്ടുള്ള പാസേജ് തന്നു കഴിഞ്ഞാൽ നമുക്കത് ഓരോ ചോദ്യങ്ങൾക്കും എങ്ങനെ ഉത്തരം നൽകാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപഠിതാവബോധനം, അൺസീൻ പാസേജ്. അധോദത്തം അനുച്ഛേദം പഠിത്വ പ്രദത്ത പ്രശ്നാനാം ഉത്തരാണി ലിഖത. അപ്പോൾ നോർമലി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. താഴെ കൊടുത്തിട്ടുള്ള അനുച്ഛേദം പാസേജ് വായിച്ചിട്ട് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ടാണ്. നമുക്ക് പാസേജ് നോക്കാം. സ്വാസ്ഥ്യലാഭായ പ്രതിദിനം വ്യായാമ കരണീയ. സ്വാസ്ഥ്യം, ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിദിനം, എല്ലാ ദിവസവും വ്യായാമ കരണീയ, വ്യായാമം ചെയ്യണം. യഹ വ്യായാമം കരോതി, ആരാണോ വ്യായാമം ചെയ്യുന്നത്, സഹ ആപത്കാലെ സാഹസം ന ത്യജതി, അവൻ ആപത്ത് കാലത്ത്, ആപത്ത് എമർജൻസി സിറ്റുവേഷനിൽ സാഹസം ന ത്യജതി, സാഹസം ചെയ്യാനായിട്ട് അവൻ തയ്യാറാവും എന്ന രീതിയിലാണ് പറയുന്നത്. അതായത് സ്വയം രക്ഷിക്കാനോ മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ടോ അവൻ തയ്യാറാവും, അതിനുള്ള ആരോഗ്യം അവനുണ്ടാവും. രക്തസഞ്ചാരഹാപി സമ്യക് ഭവതി, രക്തസഞ്ചാരം അതായത് ബ്ലഡ് സർക്കുലേഷനും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കും. അത് നടന്നാലേ നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എത്തുള്ളൂ. ഇന്ദ്രിയാണി സ്വസ്ഥാനി ഭവന്തി, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, സെൻസ് ഓർഗൻസും ഹെൽത്തി ആയിട്ട് ഉണ്ടാവും. ജഠരാഗ്നി ദീപ്തഃ ഭവതി, ജഠരാഗ്നി എന്ന് പറഞ്ഞാൽ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ സഹായിക്കുന്ന അഗ്നിയാണ്. അത് കറക്റ്റായിട്ട് ജ്വലിച്ചാൽ മാത്രമേ നമുക്ക് ഡൈജഷൻ നടക്കുള്ളൂ. ഡൈജഷൻ നടന്നാൽ മാത്രമേ നമ്മുടെ ആരോഗ്യം ശരിയാവുള്ളൂ. ഉദരം ന പരിവർദ്ധതേ, വയറ് വലുതാവാതെ സംരക്ഷിക്കും. മസ്തിഷ്കം ഊർവരം ഭവതി, നമ്മുടെ ബ്രെയിൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ആവും. ചെറിയൊരു പാരഗ്രാഫാണ്. ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്നുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏകപദേന ഉത്തരത, ഒറ്റ വാക്കിലാണ് ആദ്യത്തെ ഉത്തരം എഴുതേണ്ടത്. വ്യായാമേന കിം പരിവർദ്ധതേ, വ്യായാമം കൊണ്ട് എന്താണ് വർദ്ധിക്കാത്തത്? ഉത്തരം ഉദരം. ഇവിടെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്, ഉദരം ന പരിവർദ്ധതേ, ഉദരമാണ് വർദ്ധിക്കാത്തത്. അപ്പൊ കിം എന്നുള്ള സ്ഥലത്ത് നമുക്ക് ഉദരം എന്ന് എഴുതണം. അതാണ് ഉത്തരം. ഏകപദേനായതുകൊണ്ട് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതിയാൽ മതി. രക്തസഞ്ചാര കേന സമ്യക് ഭവതി, രക്തസഞ്ചാരം എങ്ങനെയാണ് കറക്റ്റായിട്ട് നടക്കുക? വ്യായാമേന, ഇവിടെ ഓൾറെഡി സെന്റൻസിലുണ്ട്, രക്തസഞ്ചാര അപി സമ്യക് ഭവതി, രക്തസഞ്ചാരവും കറക്റ്റായിട്ട് നടക്കുമെന്നാണ്. അപ്പോൾ എങ്ങനെ നടക്കും? അത് നമ്മൾ ഉത്തരം പാസേജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടല്ല ചോദിച്ചേക്കണേ, ഇൻഡയറക്റ്റ് ആയിട്ടാണ്. അപ്പോൾ കേന എന്ന് പറയുമ്പോൾ വ്യായാമേന എന്നാണ് എഴുതേണ്ടത്. കിം എന്നാണെങ്കിൽ വ്യായാമം. അപ്പോൾ കേന എന്നുള്ള ചോദ്യം ആയതുകൊണ്ട് വ്യായാമേന നമ്മൾ ഉത്തരം എഴുതി. അടുത്തത് പൂർണ്ണവാക്യേന ഉത്തരത, കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. സ്വാസ്ഥ്യലാഭായ കിം കരണീയം, സ്വാസ്ഥ്യം ഹെൽത്ത് കറക്റ്റ് ആവാനായിട്ട് എന്ത് ചെയ്യണം? സ്വാസ്ഥ്യലാഭായ വ്യായാമം കരണീയം. കിം എന്നുള്ള സ്ഥാനത്ത് നമ്മൾ വ്യായാമം, ഉത്തരമായിട്ടുള്ള വ്യായാമം എഴുതി, ബാക്കിയെല്ലാം ചോദ്യത്തിന്റെ പോലെ. സ്വാസ്ഥ്യലാഭായ വ്യായാമം കരണീയം. അടുത്തൊരു ചോദ്യം, അസ്യ ഗദ്യാംശസ്യ ഏകം സമുചിതം ശീർഷകം ലിഖത. ഈ ഒരു പാസേജിന് പറ്റിയിട്ടുള്ള നല്ലൊരു ടൈറ്റിൽ എഴുതാനാണ്. ഉത്തരം ഇവിടെ സ്വാസ്ഥ്യലാഭായ വ്യായാമ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് എങ്ങനെ കിട്ടി എന്നുള്ളത് നോക്കുമ്പോൾ ഇവിടെ പാസേജിൽ തന്നെ സ്വാസ്ഥ്യലാഭായ പ്രതിദിനം വ്യായാമ കരണീയ എന്നുള്ള ഫസ്റ്റ് ലൈൻ തന്നെ എടുത്തു. അതിലെ സ്വാസ്ഥ്യലാഭായ എന്നുള്ള വാക്ക് നമ്മൾ എടുത്തു. പ്രതിദിനം വ്യായാമ എന്നുള്ളത് നമുക്ക് എഴുതാം, കരണീയ എന്നുള്ളത് നമുക്ക് ഒഴിവാക്കി. അപ്പോൾ ഒരു സെന്റൻസ് എന്നുള്ളതല്ല, ഒരു ടൈറ്റിൽ, ഒരു 2 വാക്കോ 3 വാക്കോ ആയിട്ടുള്ള ചെറിയൊരു ശീർഷകം തന്നിരിക്കുന്ന പാസേജിൽ തന്നെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം, യഥാനിർദ്ദേശം ഉത്തരത. ഇതിൽ തന്നെ ഗ്രാമർ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉദരം ന പരിവർദ്ധതേ ഇത്യത്ര ക്രിയാപദം കിം. ഉദരം ന പരിവർദ്ധതേ, വയറ് വലുതാവില്ല. ഇതിലേതാണ് ക്രിയാപദം? അപ്പോൾ ക്രിയാപദം ചോദിച്ചുകൊണ്ടുള്ള ചോദ്യം ഇത്തരത്തിലാണ് വരിക. ഓപ്ഷൻസ്, ഉദരം വയറാണ്, പരിവർദ്ധതേ വലുതാവില്ല, ന എന്ന് പറഞ്ഞാൽ ഇല്ല. പിന്നെ ഏതാണ് ക്രിയാപദം? ഉത്തരം പരിവർദ്ധതേ, അതാണ് ഉത്തരം. രക്തസഞ്ചാര അപി സമ്യക് ഭവതി, രക്തസഞ്ചാരവും പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നടക്കും.
അതില് അവ്യയപദം എന്താണെന്നാണ് ചോദ്യം. അപി രക്തസഞ്ചാര ഭവതി. ഇതില് അപി എന്നുള്ളത് എന്താണ്? ചേഞ്ച് ആവാത്തൊരു വാക്കാണ്. വിഭക്തി മാറിയാലും വചനം മാറിയാലും ചേഞ്ച് ആവില്ല. രക്തസഞ്ചാര എന്ന് പറയുന്നത് രക്തസഞ്ചാരേണ രക്തസഞ്ചാരായ ഒക്കെ ചേഞ്ച് ആവുന്നതാണ് വിഭക്തി അനുസരിച്ച്. അപ്പോൾ അത് ചേഞ്ചബിൾ ആണ്. ഭവതി എന്ന് പറയുന്നത് ക്രിയാപദമാണ്. ഭവതി ഭവതഃ ഭവന്തി. അപ്പൊ അത് വചനം അനുസരിച്ച് ദ്വിവചനം ബഹുവചനം ആവുമ്പോൾ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ ചേഞ്ച് ആവാത്ത വാക്ക് ഏതാണ്? അപിയാണ്. അപ്പൊ അതാണ് ഉത്തരം. ചേഞ്ച് ആവാത്ത വാക്കുകളാണ് അവ്യയപദം എന്ന് നമ്മൾ പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സ്വസ്ഥാനി ഇന്ദ്രിയാണി ഭവന്തി അത്ര വിശേഷണ പദം കിം? അപ്പോൾ സ്വസ്ഥാനി ഇന്ദ്രിയാണി ഭവന്തി ഈ 3 വാക്കുകളിൽ ഏതാണ് വിശേഷണ പദം? ആദ്യം തന്നെ വിശേഷ്യം എന്താന്ന് നോക്കണം. വിശേഷ്യം എന്ന് പറഞ്ഞാൽ എന്തിനാണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് വിശേഷ്യം. അപ്പൊ ഇവിടെ സ്വസ്ഥാനി ഇന്ദ്രിയാണി ഭവന്തി, ഇതിലെ ഹെൽത്തി ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് ഉണ്ടാകും. ഇതിൽ എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങള് വിശേഷ്യമാണ്. എങ്ങനത്തെ ഇന്ദ്രിയങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സ്വസ്ഥാനി, ഹെൽത്തി ആയിട്ടുള്ള ഇന്ദ്രിയങ്ങൾ. അപ്പൊ സ്വസ്ഥാനി എന്നുള്ളതാണ് നമുക്കിവിടെ വിശേഷണമായിട്ട് വരുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വിശേഷണം ഏതാണ് വിശേഷം ഏതാന്നുള്ളത് കണ്ടെത്താൻ പറ്റും. 4ാമത്തെ ക്വസ്റ്റ്യൻ. സ്വാസ്ഥ്യലാഭായ ഇത്യത്ര വിഭക്തി കഹ? സ്വാസ്ഥ്യലാഭായ ഫോർ ഹെൽത്ത് എന്നുള്ള ഈ ഒരു വാക്കില് ഏതാണ് വിഭക്തി? നമ്മൾ രാമശബ്ദം ബാലശബ്ദം ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ ബാലഹ, ബാലം, ബാലേന, ബാലായ, അതുപോലെ രാമായ, അതുപോലെ ഒരു വാക്കാണ് സ്വാസ്ഥ്യലാഭായ. അപ്പൊ ഏതാണ് ഉത്തരം വരിക? പ്രഥമ, സപ്തമി, ചതുർത്ഥി. ചതുർത്ഥി വിഭക്തിയിലാണ് രാമായ എന്നുള്ള പദം. അതേപോലെ തന്നെ സ്വാസ്ഥ്യലാഭായ എന്നുള്ള പദവും ചതുർത്ഥി വിഭക്തി തന്നെയാണ്. അടുത്ത ചോദ്യം. ഉത്തമം ഇത്യർത്ഥേ കിം പദം പ്രയുക്തം? ഉത്തമം, നല്ലത് എന്നുള്ള അർത്ഥത്തിൽ ഏത് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇപ്പൊ ദീപ്തഹ എന്ന് വെച്ചാൽ ജ്വലിക്കുക, സമ്യക് എന്ന് പറഞ്ഞാൽ നല്ലത് എന്ന് തന്നെയാണ് അർത്ഥം. പ്രതിദിനം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും. ഉത്തരം ഏതാണ്? സമ്യക്. 6ാമത്തെ ക്വസ്റ്റ്യൻ. ത്യജതി ഇതി പദം ലട്ട് ലകാരസ് ഡാഷ് പുരുഷഃ? മധ്യമ, പ്രഥമ, ഉത്തമ, ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ പ്രഥമ പുരുഷ എന്ന് പറയുമ്പോൾ ത്യജതി, ത്യജതഃ, ത്യജന്തി. മധ്യമ പുരുഷനില് ത്യജസി, ത്യജഥഃ, ത്യജഥ. ഉത്തമ പുരുഷനിലോ ത്യജാമി, ത്യജാവഹ, ത്യജാമ. അപ്പൊ നമുക്ക് ത്യജതി ഇതി പദം ലട്ട് ലകാരസ് ഡാഷ് പുരുഷഃ ഭവതി. അപ്പൊ നമുക്ക് ഉത്തരം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ത്യജതി എന്ന് പറയുന്നത് പ്രഥമ പുരുഷനിലാണ് വരുന്നത്. ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക. ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് നോക്കാം. അപഠിതാവബോധനം മാക്സിമം മാർക്ക് 10 മാർക്കാണ്. ഇതിൽ ഏകപദേന ഉത്തരത 1 വേർഡിൽ എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പൂർണ്ണവാക്യേന ഉത്തരത ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് എഴുതാനുള്ള ഉത്തരം ഉണ്ടാവും. ശീർഷകം ടൈറ്റിൽ എഴുതാനായിട്ടുണ്ടാവും. യഥാനിർദ്ദേശം ഉത്തരത ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ്. അതില് ക്രിയാപദം, അവ്യയപദം, വിശേഷണ പദം, വിശേഷ്യപദം, വിഭക്തി, സമാനപദം, വിലോമപദം. നമ്മൾ സമാനപദം കൊടുത്തിരുന്നു, വിലോമപദം കൊടുത്തിട്ടില്ല. വിലോമപദം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് വേർഡ്സ് ഏതാന്നുള്ളതും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ലകാരഹ, ലകാരഹ എന്ന് പറയുമ്പോൾ ഏത് ലകാരം, ലട്ടാണോ ലോട്ടാണോ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാം. ധന്യവാദാഹ.